ആ പിന്നെ ഇന്നല്ലേ ആ SS ഗ്രൂപ്പായിട്ടുള്ള മീറ്റിംഗ് പറഞ്ഞേക്കുന്നത്? ആ അതെ, പക്ഷെ അതിനാരാ പോകുന്നതെന്ന് ഇതുവരെ തീരുമാനിച്ചില്ലല്ലോ. ആരാ പോകുന്നേ? ആ അതിനേതായാലും ചെയ്യാൻ പോട്ടെ. ഞാനാ? ആ എന്തേ, നിനക്ക് പോകാൻ പറ്റില്ലേ? പോകുന്നതിന് എനിക്കിപ്പോൾ എന്താ, അതൊന്നുമല്ല ചോദിച്ചേ. അത് ഇതുവരെ നോക്കിക്കൊണ്ടിരുന്നത് ജോണല്ലേ, അതാ ഞാൻ ചോദിച്ചേ. ആ അത് പിന്നെ അവനെ കൊണ്ട് വേറൊരു പണിയുണ്ട്, അതുകൊണ്ടാ. ഏതായാലും നീ പോയാൽ മതി. എന്നെ കൊണ്ടാ? എന്തോ പണി വരുന്നുണ്ടാവറാച്ചാ. ആ എന്നാ ഞാൻ പൊക്കോളാം. ആ എന്നാ നമുക്ക് ഇറങ്ങാം. ഇത്രയും ടൈം ആയില്ലേ, ഇനിയിപ്പോൾ ഏതായാലും ലേറ്റ് ആവേണ്ട, ഇറങ്ങാം. അല്ല അവൾമാർ നമ്മുടെ കൂടെയാണോ വരുന്നേ? ഏയ് അതിനെ പറ്റിയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അവൾമാരിപ്പോൾ ഏതായാലും ഇറങ്ങി വരുമല്ലോ, എന്നിട്ട് ചോദിക്കാം. ആ പറഞ്ഞു തരുന്നില്ല, അതേ വരുന്നു. ആ വന്നോ? നിങ്ങൾ ഞങ്ങളുടെ കൂടെ തന്നെയല്ലേ ഓഫീസിലോട്ട് വരുന്നേ? ഏയ് അല്ല അശ്വിനേട്ടാ, ഞങ്ങൾ ഞങ്ങളുടെ വണ്ടിയിലാണ് വരുന്നത്. ഇന്നേതായാലും അങ്ങനെ പോകും. നാളെ തൊട്ട് വേണമെങ്കിൽ നിങ്ങളുടെ വണ്ടിയിൽ വരാം. ഇന്നേതായാലും ഫസ്റ്റ് ഡേ അല്ലേ, ഞങ്ങൾ ഞങ്ങളുടെ വണ്ടിയിൽ തന്നെ വന്നോളാം. ഏയ് അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നിങ്ങൾ ഞങ്ങളുടെ കൂടെ തന്നെ വന്നാൽ മതി. എന്തായാലും 8 പേർക്ക് പോകാനുള്ള സൗകര്യമൊക്കെ എന്തായാലും വണ്ടിയിലുണ്ട്. കേട്ടല്ലോ, ഞങ്ങളുടെ കൂടെ തന്നെ അങ്ങ് വന്നാൽ മതി. അയ്യോ എൻ്റെ ജീവണിച്ചായ, അതല്ല കാര്യം. നിങ്ങളുടെ കൂടെ ഞങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ഓഫീസിലുള്ളവർ വിചാരിക്കും ഞങ്ങൾ നിങ്ങളുടെ റെക്കമെൻഡേഷൻ വന്നതാണ്, ഞങ്ങൾക്ക് അതിന് പറ്റിയ ക്വാളിഫിക്കേഷൻ ഒന്നും ഇല്ല എന്നൊക്കെ വിചാരിക്കില്ലേ. അതുകൊണ്ടാണ്. ഇതിപ്പോൾ ഞങ്ങൾ ഒറ്റയ്ക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് ഇതാവില്ലല്ലോ. എന്തോ എങ്ങനെ? ദേഷ്യേട്ടാ വേണ്ട, അടങ്ങി നിന്നോടെ. അതെ നിർത്ത്. ഇനി നിങ്ങൾ രണ്ടും തുടങ്ങല്ലേ. വാ, ഓഫീസ് പോകാൻ അല്ലെങ്കിൽ തന്നെ ലേറ്റായി. വാ നമുക്ക് പോവാം. അതെ, ചുമ്മാ കിടന്ന് അടിണ്ടാക്കിയതൊക്കെ മതി, ഇറങ്ങാൻ നോക്ക്. ഈശ്വര, പണി പാളിയോ? അയ്യോ എന്റെ പൊന്നി, എന്ത് വലിയ ഓഫീസാ ഇത്. അതെ, വായോ നമുക്ക് ഉള്ളിൽ കയറി നോക്കാം. എടി, എന്തിവിടെ ഒറ്റ മനുഷ്യന്മാരെ കാണാത്തെ? അത് ശരിയാണല്ലോ. ഇതെന്താ ഇവിടെ ആരും കാണാത്തെ? ഈ വലിയ കമ്പനി മാത്രമേ ഉള്ളൂ, മനുഷ്യന്മാരൊന്നും വർക്ക് ചെയ്യുന്നില്ലേ? ഹലോ, നിങ്ങളൊക്കെ ആരാ? എന്താ ഇവിടെ നിൽക്കുന്നേ? ഇതേതാ സാധനം? ആർക്കറിയാം. ഹായ്, ഹലോ, ഞാൻ ആരതി. ഞാൻ അവനിക. ഹായ്, ഞാൻ മിയ. ജെനി സെബാസ്റ്റ്യൻ. ആണോ? ഞാൻ മേഘ. പിന്നെ നിങ്ങളൊക്കെ എന്താ ഇവിടെ? പിന്നെ ജെനി സിയോൺ സാറുടെ സിസ്റ്ററാണ്. ഞങ്ങളൊക്കെ ഇവിടെ ജോയിൻ ചെയ്യാൻ വേണ്ടി വന്നതായിരുന്നു, പേഴ്സണൽ സെക്രട്ടറി ആയിട്ട്. അല്ല, പേഴ്സണൽ സെക്രട്ടറി ആയിട്ടോ? അതിന് ആദവ് സാറിന് മാത്രമല്ലേ പേഴ്സണൽ സെക്രട്ടറിയുടെ അപ്പോയിൻ്റ് ഉള്ളൂ. നിങ്ങൾ പിന്നെ 4 പേരുണ്ടല്ലോ. അതൊരു പ്രത്യേക സാഹചര്യത്തിൽ അവർക്ക് വേണമെന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞങ്ങളായി, അത്രയേ ഉള്ളൂ. എന്താ വേറെ എന്തെങ്കിലും അറിയണോ? വേണ്ട. ആഹാ, ഗുഡ് ഗേ. അല്ലടോ, ഇവിടെ താൻ മാത്രമേ ഉള്ളൂ? ഇവിടെ വേറെ ഒറ്റ മനുഷ്യന്മാരെ കാണുന്നില്ലല്ലോ. അത് നിങ്ങൾക്ക് അറിയാവുന്നല്ലേ, നമ്മുടെ ഗ്രൂപ്പ് 4 സെക്ഷൻസ് ആണ് പ്രൊമോട്ട് ചെയ്യുന്നതെന്ന്. അതായത് അഡ്വർടൈസ്മെൻറ്റ്, ഫാഷൻ, പിന്നെ ഇൻറ്റീരിയർ ആൻഡ് പ്രൊഡക്ഷൻ. ഫസ്റ്റ് ഫ്ലോറിലാണ് നമുക്ക് ക്യാൻറ്റീനും പിന്നെ റെസ്റ്റ് റൂമും തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുന്നത്.
സെക്കൻഡ് ഫ്ലോറിൽ അഡ്വർടൈസ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. പിന്നെ അതുപോലെ തേർഡ് ഫ്ലോറിൽ ഫാഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, ഫോർത്ത് ഫ്ലോറിൽ ഇൻറ്റീരിയർ ഡിപ്പാർട്ട്മെൻറ്റ്, ഫിഫ്ത്ത് ഫ്ലോറിൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എങ്ങനെയാണ് വരുന്നത്. ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയൊക്കെ ഹെഡ് എന്ന് പറയുന്നത് അഡ്വർടൈസ്മെൻറ്റ് ആണെന്നുണ്ടെങ്കിൽ ജൂൺ സാറും, പിന്നെ ഫാഷൻ്റെത് അശ്വാനന്ദ് സാറും, പിന്നെ ഇൻറ്റീരിയർ ജിയോൺ സാറും, പിന്നെ പ്രൊഡക്ഷൻ ആദവ് സാറും ആണുള്ളത്. അതൊക്കെ ഓക്കെ, അതല്ലല്ലോ ഞാൻ ചോദിച്ചേ. കാര്യം പറ കൊച്ചേ, എന്ത് ഇവിടെ ഒന്നും ആൾക്കാരെ കാണാത്തെ? അതോ മാം, അത് നമ്മളൊരു ഫാഷൻ ഷോ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഫാഷൻ ഡിപ്പാർട്ട്മെൻറ്റിലൊന്നും ഇപ്പോൾ ആളില്ലാത്തത്. എല്ലാവരും ഇപ്പോൾ അതിൻ്റെ തിരക്കിലാണ്. ബാക്കിയുള്ളവിടുത്തെ ആൾക്കാരുണ്ട്. ശരിയാ, ഇത് തേർഡ് ഫ്ലോർ ആണല്ലേ? അല്ല, നിങ്ങളുടെ സാർമാരൊന്നും വന്നില്ലേ ഞങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ? അവരൊക്കെ ഇപ്പോഴും വന്നല്ലോ. അവരൊക്കെ ഫാഷൻ ഷോ കണ്ടക്ട് ചെയ്യുന്ന ഭാഗത്തുണ്ട്, താഴെ ഫസ്റ്റ് ഫ്ലോറിൽ. അപ്പോൾ എത്തിയായിരുന്നല്ലേ? പിന്നെ മാം, നിങ്ങളൊക്കെ ആരുടെയൊക്കെ സെക്രട്ടറീസ് ആണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് അവരുടെ ക്യാബിൻ കാണിച്ചു തരാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ വെയിറ്റ് ചെയ്താൽ പോരെ? ഈ ജൂൺ ചായൻ്റെ ക്യാബിൻ താഴെ സെക്കൻഡ് ഫ്ലോറിലല്ലേ? ഇവിടെ അശ്വനേൻ്റെ ക്യാബിൻ, പിന്നെ എൻ്റെ ചായൻ്റെ ക്യാബിന് ഫോർത്ത് ഫ്ലോറ്, പിന്നെ അറ്റ് ലാസ്റ്റ് ആദവ് ചായൻ്റെ ക്യാബിന് ഫിഫ്ത്ത് ഫ്ലോർ. കറക്റ്റ് അല്ലേ? അതെ മാം, കറക്റ്റാണ്. എന്നാ താൻ പൊക്കോ, പോയി തൻ്റെ ജോലി ചെയ്യാൻ നോക്ക് കേട്ടോ. ഓക്കെ. എന്തൊരു ഷോഫാണ്. അപ്പം എന്താ ചെയ്യണ്ടേ? നേരെ അവരുടെ ക്യാബിന് മുന്നിൽ പോയി ഇരിക്കുവാണോ, അതോ അവരെ തപ്പി താഴേക്ക് പോവാണോ വേണ്ടേ? എന്താ വേണ്ടേ? ഇന്ന് വന്ന് കയറിയിട്ടല്ലേ ഉള്ളൂ. ഇന്നെ പറയിപ്പിക്കാൻ നിൽക്കണ്ട. ഇന്ന് നല്ല കുട്ടികളാവും നമുക്ക്. അതുകൊണ്ട് അവരുടെ അടുത്തേക്ക് പോവാതെ ക്യാബിൻ്റെ മുന്നിൽ പോയി വെയിറ്റ് ചെയ്യാം. എന്തു പറയുന്നു? അതാ നല്ലേ. നമ്മൾ പിന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഊരി പോരാം. അതുപോലെയല്ല മിയ, അവൾ ആദവ് ചേട്ടൻ്റെ മുന്നിൽ പെട്ടതാ. അതുകൊണ്ട് ഇങ്ങനെ തന്നെ ചെയ്യാം, അവിടെ പോയിരിക്കാം. അത് പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ആലോചിച്ചേ. ഇന്നലെ നീ എന്തിനാടി ആ ചേട്ടനെ കണ്ടിട്ട് ഇങ്ങനെ നോക്കിയിരുന്നേ? അണ്ടിപ്പോയ അണ്ണേൻ്റെ മാതിരി അന്തം വിട്ട് നിൽപ്പുണ്ടായിരുന്നല്ലോ. എന്താ കാര്യം? അത് ശരിയാ, ഞാനും ചോദിക്കണം വിചാരിച്ചതായിരുന്നു. പക്ഷേ ഇന്നലെ വേറെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് നിന്നില്ലേ? എന്ന് വെച്ചാൽ ആ ചേട്ടൻ വന്ന് ദേഷ്യപ്പെടുകയൊക്കെ ചെയ്തില്ലേ? അതാ പിന്നെ ഞാനൊന്ന് ചോദിക്കാഞ്ഞേ. നിന്നോടൊക്കെ ആ ദേഷ്യപ്പെടാൻ മാത്രം നിങ്ങൾ തമ്മിൽ നേരത്തെ അറിയോ? പരിചയമുണ്ടോ? പരിചയമുണ്ടോയെന്നൊക്കെ ചോദിച്ചാ അങ്ങേരിക്ക് എന്നെ പരിചയമുണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് അങ്ങനെ നല്ല പരിചയമുണ്ട്. എന്തോന്ന്? നിനക്കെങ്ങനെ അങ്ങനെ അറിയാവുന്നേ? കാര്യം പറയടി. അത് വേറൊന്നുമില്ല. അതന്ന് വണ്ടി ഇടിച്ചതും നിങ്ങളായിട്ട് വഴക്കുണ്ടാക്കിയതൊക്കെ ഓർമ്മയില്ലേ? അന്ന് ഞാൻ നേരെ പോയത് ബീച്ചിലോട്ടായിരുന്നേ. അപ്പോൾ വളച്ചു കേട്ടത് കാര്യം പറയടി കോപ്പേ. അതൊന്നുമില്ല. അന്ന് ബീച്ചിൽ വെച്ചിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അന്ന് ബീച്ചിൽ വെച്ചിട്ട് ഒരു പൂച്ചക്കുട്ടീനെ കളിപ്പിച്ച് ഇരിപ്പുണ്ടായിരുന്നു. അന്ന് അങ്ങനെ കണ്ടു, അങ്ങനെ പരിചയമുണ്ട്, അത്രയേ ഉള്ളൂ. എന്തോ എങ്ങനെ? അത് പിന്നെ ചെറുതായിട്ടൊന്ന് ക്രഷ് അടിച്ചായിരുന്നു. പക്ഷെ അപ്പോഴേക്ക് നിങ്ങൾ എന്നെ വിളിച്ചില്ലേ? ആ ടൈമിൽ അങ്ങേരെ വീഡിയോ പോയി, പിന്നെ അങ്ങനെ കണ്ടില്ല. പിന്നെ ഇവിടെ വെച്ചിട്ടാ കാണുന്നേ. അതാ അങ്ങനെ നോക്കി നിന്നേ. നിനക്ക് ക്രഷ് അടിച്ചാ? എന്നിട്ട് നീ ഞങ്ങളോട് പറയാത്തേ? അങ്ങേര് കണ്ടിട്ടുണ്ടാവും നീ അങ്ങേരെ നോക്കിയിരിക്കണേ. അതുകൊണ്ട് അങ്ങേരെ നിന്നെ കണ്ടപ്പോൾ കിടന്ന് ചൂടായേ. ഇപ്പോഴല്ലേ കാര്യം പിടികിട്ടേ. അപ്പൊ ഞാൻ നോക്കുന്ന അങ്ങനെ കണ്ടിട്ടുണ്ടാവോ? അതിനും ചാൻസ് ഇല്ല. അതായത് ഫസ്റ്റ് കാണുന്ന ഒരാളോട് എന്താണെന്ന് ചേട്ടൻ ഇങ്ങനെ ബിഹേവ് ചെയ്യില്ലല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവളോട് ബിഹേവ് ചെയ്യണ്ടേ? അത് ചെയ്തില്ലല്ലോ. അത് നിന്നോട് മാത്രമല്ലേ ഇങ്ങനെ കാണിച്ചുള്ളൂ. അതുകൊണ്ട് ആ ചേട്ടൻ നീ നോക്കുന്ന കണ്ടിട്ടുണ്ടാകും എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. അതെ, എനിക്കും അങ്ങനെയാ തോന്നുന്നത്. ഇതിപ്പോൾ എന്നോട് മാത്രമല്ലേ ദേഷ്യപ്പെട്ടുള്ളൂ, അവയോട് നല്ല രീതിക്കല്ലേ ബിഹേവ് ചെയ്തേ. അയ്യോ. എന്തൊക്കെയായാലും കണ്ടതേതായാലും നന്നായില്ലേ? ഇനിയിപ്പോൾ കാര്യങ്ങളൊക്കെ കൂടുതൽ എളുപ്പമാവുമല്ലോ. എന്തെളുപ്പമാവണ കാര്യം നീ പറയണേ? അത് മനസ്സിലായില്ലേ? നിന്നെ അതോ ചെണ്ണി ഒന്നാക്കുന്ന കാര്യം അവള് പറഞ്ഞേ. എന്ത്? എന്നെ ആദോ ചേട്ടനെയോ? അത് ശരിയാവില്ല. അത് ശരിയാവില്ല. എനിക്കങ്ങനെ ഒരു ക്രഷ് പോലെ ഫീൽ ചെയ്തെന്നുള്ള സത്യം. അത് നിങ്ങളോട് ഞാനെല്ലാം പറയാറില്ലേ, അതുകൊണ്ട് പറഞ്ഞതാ. പക്ഷേ ശരിയാവില്ല. പറ്റില്ലടി. നീ എന്ത് ശരിയാവില്ല എന്ന് ഈ പറഞ്ഞുകൊണ്ടിരിക്കണേ? അത് പിന്നെ ഞാൻ എന്തായാലും ഇങ്ങനൊരു റിലേഷനിൽ നിൽക്കില്ല. കാരണം ആ ചേട്ടൻ എന്നെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പോലും ആ ചേട്ടനൊരു ഫാമിലി ഇല്ലേ?
അവർക്ക് എന്നെ പറ്റണമെന്നില്ല. കാരണം എന്തൊക്കെ പറഞ്ഞാലും ഞാനൊരു ഓർഫണല്ലേ. നിർത്തിട്ട് കോപ്പേ, ഞങ്ങൾ മൂന്നിങ്ങനെ ജീവനോടെ നിൽക്കുമ്പോൾ നീ എങ്ങനെയാടി ഓർഫൺ ആവുന്നേ? ഓ, പറഞ്ഞു വരുമ്പോൾ തന്നെ എനിക്ക് തോന്നിയതാ ഇത് എങ്ങോട്ടാ പോകുന്നതെന്ന്. ഇനി ഒരിക്കൽ കൂടെ നീ ഓർഫണാന്ന് ഞങ്ങളുടെ മുന്നിൽ വെച്ച് പറഞ്ഞാ അതോടെ തീരും നമ്മൾ തമ്മിലുള്ള എല്ലാ ബന്ധവും. അല്ലെങ്കിലും നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവും ഞങ്ങൾ കാണുന്ന പോലെയല്ലല്ലോ നീ ഞങ്ങളെ കാണുന്നേ. ഞങ്ങൾ കാണുന്ന മാതിരി നീ ഞങ്ങളെ കാണുന്നുണ്ടെങ്കിൽ നീ ഒരിക്കൽ പോലും ഇങ്ങനെ പറയില്ലായിരുന്നു നീ ഓർഫൺ ആണെന്ന്. എടി ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. ഞാൻ മുന്നോട്ടുള്ള കാര്യങ്ങൾ ആലോചിച്ചപ്പോൾ പറഞ്ഞു പോയതാ. സോറി. ഇനി ഒരാളുടെ മുന്നിലും തല കുനിച്ചിരിക്കാൻ അതുകൊണ്ട് മാത്രം. എടി അത് പിന്നെ നമ്മൾ ആമ്പിള്ളേരെ കണ്ടാൽ നോക്കാറുണ്ട്, കമൻ്റ് അടിക്കാറുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ നീ ആദ്യമായിട്ടാണ് ഒരാളെക്കുറിച്ച് പറയുമ്പം ഇത്രയും സന്തോഷത്തോടെ പറയുന്നത്. അതുകൊണ്ട് എന്തോ അതുകൊണ്ടാടി. സോറി. നിനക്കിഷ്ടമല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇനി ഒന്നും പറയില്ല, വിട്ടേരെ. അതെ, നിന്റെ സന്തോഷമല്ലേടി ഞങ്ങളുടെ സന്തോഷം. അതൊക്കെ ഓക്കെ. എന്നേലും ചേട്ടായിനെ വേണം തോന്നുവാണെങ്കിൽ ഞങ്ങളുണ്ടാവും കട്ട സപ്പോർട്ടായിട്ട്. അയ്യടാ, എന്താ അവളുടെ ഒരു ഇളി? കൂടിയാണെന്ന് നിനക്ക് നാടൊക്കെ ഉണ്ടോ? അതെന്തടി, ഞാൻ മനുഷ്യനല്ലേ? മതി. ഇനി വീട്ടിൽ ചെന്നിട്ടാവട്ടെ ബാക്കി. ഇപ്പം ഏതായാലും പോയിട്ട് അവിടെ പോയിരിക്കാം. അല്ലെങ്കിൽ അവർ വരുമ്പോൾ നമ്മളെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് മതി. അതുകൊണ്ട് വാ, പോവാം. എന്നാ നിങ്ങൾ പൊക്കോ, ഞാനിവിടെ തന്നെയല്ലേ. ഇനി ലഞ്ച് കഴിക്കുമ്പോൾ കാണാം. ശരി എന്നാ, ബൈ. ഓക്കെ, ബൈ. നീ എന്താടി ഇവിടെ ഇരിക്കുന്നേ? ഗുഡ് മോർണിംഗ് സർ. സാർ വന്നാലല്ലേ അകത്ത് കയറി ഇരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് സാറിനെ വെയിറ്റ് ചെയ്തത്. സാറാ? അതെ സർ. സാറിന് സാറെന്നല്ലേ വിളിക്കാൻ പറ്റുള്ളൂ സാറേ. ഓ, അങ്ങനെ. എന്നാ മിസ് സാരഥി, കം ഇൻസൈഡ്. ഈശ്വര, ആ നോട്ടം തീരെ ശരിയില്ലല്ലോ. അത് പിന്നെ സാറേ, നമുക്ക് ഇവിടെ നിന്ന് സംസാരിച്ചാൽ മതിയില്ലേ? അപ്പൊ തനിക്ക് എന്നോട് സംസാരിച്ചാൽ മാത്രം മതിയോ? ജോയിൻ ചെയ്യണ്ടേ? ജോയിൻ ചെയ്യണം. വാ, പോവാ. ഹേയ് മിസ് ആരതി. കാണിക്കുന്നേ, ഇത് ഓഫീസാണ് കേട്ടോ, അത് ഓർമ്മ വേണം. എന്ത് അശ്വനേട്ടനോ? ഇത്രയും നേരം സാറായിരുന്നല്ലോ, ഇപ്പൊ എന്നാ അശ്വനേട്ടനായേ? അശ്വനേട്ടാ വേണ്ട, മാറി നിൽക്കാൻ വേണ്ടിയല്ലല്ലോ ഞാൻ നിന്നെ എൻ്റെ സെക്രട്ടറി ആക്കി തന്നെ അപ്പോയിന്റ് ചെയ്തേ. അശ്വനേട്ടാ എന്തേ കാണിക്കുന്നേ? കൊഞ്ചാതിങ്ങ് വാടി പെണ്ണേ. എടോ, തനിക്ക് റെസ്റ്റ് വേണമായിരുന്നു ഇന്ന്? അല്ല, ഇന്നലെ വന്നതല്ലേ ഉള്ളൂ, അതാ ചോദിച്ചേ. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇന്നലെ വന്നതിൻ്റെ ക്ഷീണം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അവൾമാരെല്ലാവരും വന്നതാണല്ലോ, പിന്നെ ഞാൻ അവിടെ ഒറ്റയ്ക്ക് ഇരിക്കണ്ടേ. അതുമല്ല, സാരമില്ല, കുഴപ്പമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. തനിക്ക് നല്ല റെസ്റ്റിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്കറിയാം. കാരണം നല്ല ക്ഷീണം പിടിച്ചിട്ടുണ്ട്, കണ്ണ് കണ്ടാൽ തന്നെ അറിയാം നല്ല ക്ഷീണം ഉണ്ടെന്ന്. പിന്നെ ഇന്ന് നമുക്കൊരു ഈവനിങ് ഒരു 3 o'clock ആകുമ്പോൾ നമുക്കൊന്ന് പോകണം. ഒരു മീറ്റിംഗ് ഉണ്ട് പുറത്ത് വെച്ചിട്ട്, അതിന് നമുക്കൊന്ന് പോകണം. അതുവരെ താൻ റെസ്റ്റ് എടുത്തോ കേട്ടോ. ഓക്കെ സർ, താങ്ക് യു. എടോ, താൻ എന്നെ സാറിനൊന്നും വിളിക്കണ്ട, എനിക്ക് താൻ എന്നെ ഇച്ചായെന്ന് വിളിക്കുന്നതാണ് ഇഷ്ടം. എന്നാൽ താൻ ആ സോഫയിലിരുന്ന് റെസ്റ്റ് ചെയ്തോ കേട്ടോ. എനിക്ക് കുറച്ചും കൂടെ പെൻഡിങ് വർക്ക്സ് ഉണ്ടായിരുന്നു, ഇന്നലെ ലീവല്ലായിരുന്നു. അത് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ നിനക്ക് കമ്പനി തരാം കേട്ടോ. ഓക്കെ? ഓക്കെ ചായ. ആഹാ, ഇവിടെ ഇരിപ്പുണ്ടായിരുന്നോ? ഞാൻ എവിടെയൊക്കെ നോക്കിയെന്നറിയോ? എന്നെ കാണുന്നുണ്ടെങ്കിൽ ഞാനുള്ളടത്ത് നോക്കണം, അല്ലാത്ത ബാക്കിയുള്ളടത്ത് പോയി നോക്കിയാലേ എന്നെ എങ്ങനെ കാണാനാ? അല്ല പിന്നെ. ആഹാ, എൻ്റെ കൊച്ചു ഭയങ്കര കലിപ്പിലാണല്ലോ. എന്താ കാര്യം?
കാര്യം പറ. ഓ പിന്നെ കാര്യം പറഞ്ഞാൽ നിങ്ങളിപ്പോൾ അത് പരിഹരിക്കുന്ന പോലെയാ. അല്ല പിന്നെ ഷേ, പിണങ്ങാതെ കാര്യം പറ പെണ്ണെ. എന്തുവാ ഈ കാണിക്കുന്നേ? എൻ്റെ പൊന്നു ചോദിച്ചാൽ ഞാൻ നിങ്ങളുടെ ആരാ? അറിയാൻ പാടില്ലാത്തോട് ചോദിക്കാം, ഞാൻ നിങ്ങളുടെ ആരാ? നീ എൻ്റെ ആരാന്ന് നിനക്കറിയത്തില്ലയോ? ദേ ചോദിച്ചാ തമാശ വിട്ടെ, ഞാൻ സീരിയസ് ആയിട്ടാ ചോദിക്കുന്നേ. നീ എൻ്റെ പെണ്ണ്, എൻ്റെ മാത്രം ജനി. എന്നിട്ടാണല്ലോ ഇത്ര നേരമായിട്ട് അതിനൊന്നും മൈൻഡ് ചെയ്യാത്തേ. ഇന്നലെ വന്നതല്ലേ ഞാൻ, എന്നിട്ട് അതിനൊന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല. എടി പെണ്ണെ, അതിന് വീട്ടിലെല്ലാവരും ഇല്ലയോ? അപ്പം എല്ലാവരുടെ മുന്നിൽ വെച്ച് ഞാനെങ്ങനെ നിന്നെ മൈൻഡ് ചെയ്യാനാ? ആ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ് എല്ലാവരോടും എല്ലാം തുറന്ന് പറയാന്ന്. ഒന്നുമില്ലെങ്കിൽ 3 years ആയില്ലേ ചായ എല്ലാവരോടും മറച്ച് വെച്ച് ഇങ്ങനെ മുന്നോട്ട് പോകുന്നേ. ഇനിയും എന്തിനാ ഇങ്ങനെ മുന്നോട്ട് പോകുന്നേ? എല്ലാവരോടും പറഞ്ഞാൽ അത്രയും നല്ലതല്ലേ ചായ? ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക്, നമുക്ക് എല്ലാവരോടും എല്ലാം തുറന്ന് പറയാന്നേ. അതെൻ്റെ പൊന്നെ, നീ പറയണ മാതിരി അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ഈ കാര്യം പറഞ്ഞാൽ എല്ലാവരും എങ്ങനെ ബിഹേവ് ചെയ്യാമെന്ന് പോലും നമുക്കറിയില്ല. ജിയോൺ അവനൊക്കെ എന്തും മിണ്ടാതായ പിന്നെ എടാ അതൊന്നും എനിക്ക് സഹിക്കാൻ പോലും പറ്റില്ല. അതുകൊണ്ടാ ഞാൻ ആരോടും പറയണ്ടെന്ന് പറഞ്ഞേ. ഓ അപ്പം നാളെ ഒരിക്കലും ജിയോണി ചായ നിങ്ങളോട് എന്നെ വേണ്ട ഒഴിവാക്കാൻ പറഞ്ഞാൽ നിങ്ങൾ അതും കേൾക്കുമല്ലേ? എൻ്റെ പൊന്നു ജനി, നീ ഇത് എന്തൊക്കെയാ പറയുന്നേ? നിന്നെ വേണ്ടെന്ന് വയ്ക്കാൻ വേണ്ടിയിട്ടാണോ ഞാൻ നിന്നെ ഇത്ര സ്നേഹിക്കുന്നത്? പിന്നെ എന്താ ചോദിച്ചാൽ അവരെല്ലാം അറിഞ്ഞാലുള്ള പ്രശ്നം. എന്തായാലും നാളെ ഒരിക്കലും അവരെല്ലാം അറിയും. അത് കുറച്ചുകൂടെ മുന്നേ ആവുന്നല്ലേ നല്ലേ. അല്ലെങ്കിൽ 3 years ആയിട്ട് നമ്മൾ തൊളിപ്പിച്ച് വെക്കുന്ന കാര്യം അവരറിഞ്ഞാൽ നമ്മളെ കൊല്ലും. അതാ പറഞ്ഞത്, ഇനി വൈകിപ്പിക്കണ്ട. ആദ്യമായിട്ടാണ് ഞാനൊരു കാര്യം അവൾമാരുടെ അടുത്ത് നിന്ന് മറച്ച് വയ്ക്കുന്നത്. അതുകൊണ്ടാണ് എന്നെക്കൊണ്ട് പറ്റുന്നില്ല ഈ ചായ. എല്ലാം അവൾമാരോട് പറയണം എനിക്ക്. അതുപോലെ തന്നെ ജോണിച്ചാനും പറയേ അവരോട് എല്ലാം. ഓക്കെ, നിനക്കിപ്പോൾ എന്താ വേണ്ടേ? അവരോടെല്ലാം പറയണം, അത്രയല്ലേ ഉള്ളൂ. നമുക്കെല്ലാം പറയാം. പക്ഷെ അത് പെട്ടെന്നാവില്ല. ഒരു സാഹചര്യം, നല്ലൊരു സാഹചര്യം കിട്ടട്ടെ, എന്നിട്ട് നമുക്കെല്ലാം പറയാം. ഓക്കെ ഓക്കെ ജോണിച്ച, അത് മതി. ഇപ്പോഴാണ് എനിക്കൊന്ന് സമാധാനമായേ. ഇപ്പോഴാണ് എൻ്റെ സമാധാനം പോയേ. ജോണിച്ച ചുമ്മാ ജോക്ക്. ഇങ്ങ് വാടി പെണ്ണേ. സർ, മേ ഐ? Yeah, come in. Sit. താങ്ക് യു സർ. Now tell me what's the matter? I had come to join as your personal secretary. Oh, okay. Show your CV. Sir. Mia, right? Yes, sir. Okay. Tell me about yourself. Yeah, sure, sir. First of all, thank you for giving me this opportunity. I am Mia, come from Ernakulam. I completed my master's degree in Calicut University. Yeah, okay. You did not say anything about the family. Who is at home? Hey, what happened? Did not you hear what I said? Yeah, sir. Sir, I'm... Hey, Mia, just a minute, okay? Okay, sir. ഓക്കെ മിയ, ഇത് ഒരു ഇമ്പോർട്ടൻസ് ആയ ഫയലാണ്. ഇത് പ്രിൻ്റ് എടുത്തിട്ട് ഒരു 5 minutes അതിൻ്റെ ഉള്ളിൽ ഇങ്ങോട്ട് തിരിച്ചെത്തിയേക്കണം. ഓക്കെ? Okay, sir. Sir, but... ഇനി എന്താ സാറിന്? തന്നോട് ഞാൻ പറഞ്ഞില്ലേ 5 minutes എന്ന്. അതിനുള്ളിൽ പോയി വന്നേക്കണം. ഓക്കെ? Okay. ഇനി എന്തിനാ ഇവിടെ വായി നോക്കി നിൽക്കുന്നേ? പൊക്കൂടെ? ഞാൻ ഈ സ്ഥലത്ത് എവിടെ പോയിട്ടാ പ്രിന്റിംഗ് റൂം തിരഞ്ഞു നടക്കുന്നേ? അയ്യോ. ഹായ് ക്യൂട്ടീനെ ഞാൻ ഇവിടെയൊന്നും കണ്ടിട്ടില്ലല്ലോ. പുതിയ ജോയിനിങ് വല്ലതും ആണോ? അതെ, ഞാൻ പേഴ്സണൽ സെക്രട്ടറി ആയിട്ട് പുതിയതായി ജോയിൻ ചെയ്തതാ. ആരുടെ? അത് സാറുടെ. എൻ്റെ പൊന്നോ, അങ്ങേരുടെയോ? കൊള്ളാം എന്തായാലും. കുഴപ്പമില്ല, നമ്മളെല്ലാം ഒരു പീരീഡ് ആണല്ലോ. ഐ മീൻ ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആണല്ലോ. ഓ നൈസ്. മിയ. മിയ, നൈസ് നെയിം. ഐ എം സഞ്ജയ്. സഞ്ജയ്. എനിക്കൊരു ഹെൽപ്പ് ചെയ്യാവോ? യാ, വൈ നോട്ട്. തനിക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും എന്നോട് ചോദിക്കാം. ഈ പ്രിന്റിംഗ് റൂം അതെവിടെയാ? വന്നിടനെ പണി തരാൻ തുടങ്ങിയല്ലേ. ഓക്കെ. ഇവിടെ നിന്ന് നേരെ പോയിട്ട് ലെഫ്റ്റിലോട്ട്. ഓക്കെ? ഓ താങ്ക് യു സഞ്ജയ്. എന്നാ ബൈ, പിന്നെ കാണാമേ.
യാ ഓക്കെ ബൈ. ഈശ്വര, ഇതെന്തോരം പേപ്പറാ, ഇതെപ്പോൾ തീരാനാ? ഓ, അങ്ങനെ 5 മിനിറ്റല്ലേ തന്നേക്കുന്നേ, അപ്പോഴേക്ക് തീരുമോ എന്തോ. ഓ അയ്യോ, സമയം പോയി. വൈ ആർ യു ലേറ്റ്? അത് പിന്നെ സാർ, തനിക്ക് തോന്നുന്ന മാതിരി നടക്കാൻ വേണ്ടിയിട്ടാണ് തന്നെ ഇവിടെ അപ്പോയിന്റ് ചെയ്തേക്കുന്നത്. അതിനെങ്ങനെ കുറച്ച് കോമൺ സെൻസ് ഒക്കെ വേണം മനുഷ്യന്മാരായാലും. ഇതൊന്നും ഇല്ലല്ലോ. നീ എന്തിനാ പിന്നെ കിളികൾ പറന്നതോ ഡേ